ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റ് ഹെയർ, നമ്മൾ മുടി മുടി ഹെയർ വാഷ് ചെയ്യുന്ന ഡേയിൽ നമ്മൾ എന്തൊക്കെയാണ് മുടിയിൽ ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, വെറ്റ് ഹെയറിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് വെറ്റ് ഹെയറിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ വെറ്റ് ഹെയറിനെ ഡ്രൈ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ നമ്മുടെ നനഞ്ഞ മുടിയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതേപോലെയുള്ള ടവൽ ഉണ്ടല്ലോ, ടർക്കി അല്ലെങ്കിൽ ടവൽ എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനത്തെ ഭയങ്കര ഡ്രൈ മെറ്റീരിയൽ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണും മനസ്സിലാവുന്നുണ്ടായിരിക്കും ഏതാ മെറ്റീരിയൽ എന്ന്. സോ ഈ മെറ്റീരിയലിലുള്ള തുണി ഉപയോഗിച്ചിട്ട് ഒരിക്കലും തല തോർത്താതിരിക്കുക. കാരണം തോർത്തി കഴിഞ്ഞാൽ ഇത് ഭയങ്കര റഫാണ്, നമ്മുടെ മുടി അതിലേക്ക് കുരുങ്ങിയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ മെറ്റീരിയൽ ഒരിക്കലും ഉപയോഗിക്കാണ്ടിരിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള എന്താ പറയാ, മൈക്രോ ഫൈബർ ടവൽസ് കിട്ടും. ഇപ്പൊ എന്റെ മുടിക്ക് കുറച്ച് നീളമുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ മൈക്രോ ഫൈബർ തുണി കിട്ടുന്നത്. അല്ലാതെ നമുക്ക് റാപ്പ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ഫൈബർ ടവൽസ് ഒക്കെ അവൈലബിൾ ആണ് ഓൺലൈനിൽ. സോ നിങ്ങൾക്ക് അത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മൈക്രോ ഫൈബർ ടവൽസ് യൂസ് ചെയ്യാം. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാത്ത ടീഷർട്സ് ഉണ്ടല്ലോ, ടീഷർട്സും യൂസ് ചെയ്യാം. എന്റെ ഹെയറിന് ലെങ്ത് ഉള്ള ടീഷർട്സ് അധികം ഞാൻ ഉപയോഗിക്കാറില്ല, കാരണം ഫുൾ ലെങ്ത് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. സോ ഇതേപോലെയുള്ള മൈക്രോ ഫൈബർ ടവൽസ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ടവൽ ഒരിക്കലും യൂസ് ചെയ്യാണ്ടിരിക്കുക, കാരണം മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസും അതുപോലെ സ്പിറ്റൻസ് ഒക്കെ വരാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. സോ അത് ഒഴിവാക്കാൻ നോക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുടി തോർത്തുന്ന രീതിയാണ്. ഞാൻ പലരിലും കണ്ടിട്ടുണ്ട് മുടി തോർത്തുന്നത്. ഇങ്ങനെ മുടി അങ്ങോട്ട് വെക്കും, എന്നിട്ട് ഇതേപോലെ റബ്ബ് ചെയ്യും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഒരിക്കലും അത് ഭയങ്കര കേടാണ് മുടിക്ക്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. പകരം ഇങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുക, ഇങ്ങനെ ഒത്തി മാത്രം എടുക്കുക. വെള്ളം അങ്ങനെ തന്നെ ചെയ്താൽ തന്നെ വെള്ളം പോകും. പിന്നെ നിങ്ങൾ നേരെ ഡ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും നല്ല കാര്യങ്ങളൊന്നും മുടിക്ക് കിട്ടാൻ പോകുന്നില്ല. പെട്ടെന്ന് ഉണങ്ങുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, പക്ഷെ അത് മുടിയിൽ അത്രയും ഡാമേജ് ആണ് വരുന്നത്. സോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കളയാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ഇട്ട് ഒരയ്ക്കരുത്. പിന്നെ ഞാൻ കണ്ടിട്ട് ചിലവര് മുടി അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ 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 ഇട്ടിട്ട് അടിക്കും, പെട്ടെന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഒന്നും ചെയ്യുന്നതൊക്കെ മുടിക്ക് ഭയങ്കര ദോഷമാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. സോ ഇതാണ് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയമൊക്കെ എടുത്ത് മുടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പെട്ടെന്ന് എടുപിടിയുന്ന കാര്യങ്ങൾ നടക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പല്ല. കാരണം ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം പോകാൻ കുറച്ച് സമയം എടുക്കും. സോ അതിനൊക്കെയുള്ള ക്ഷമയുള്ളവർ മാത്രം ഇതിലേക്ക് വരിക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ഒരു ദിവസം 2 ദിവസം അങ്ങനെ ചെയ്ത് 3-ാമത്തെ ദിവസം തൊട്ട് മറ്റേ രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പം ഇതാണ് കേട്ടോ സെക്കൻഡ് സ്റ്റെപ്പ്. ഒരിക്കലും മുടി ഇങ്ങനെ ഇട്ട് അടിക്കാതിരിക്കുക, പിന്നെ അതേപോലെ ടവലിട്ട് ഉരയ്ക്കാതിരിക്കുക. സോ ഈ 2 കാര്യങ്ങൾ മാറ്റിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ മെത്തേഡ് ഫോളോ ചെയ്യണം. 3-ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നനഞ്ഞ മുടി ഇതേപോലെ വാരി പിടിച്ച് കെട്ടാൻ പാടില്ല. ഒരിക്കലും നനഞ്ഞ മുടി കെട്ടാതിരിക്കുക. നനഞ്ഞ മുടി നമ്മൾ അഴിച്ചിട്ടിട്ട് മാക്സിമം ഹീറ്റ് ഒന്നും, ഇപ്പൊ സമ്മർ സീസൺ ഒന്നും കൂടെ ആയതുകൊണ്ട് ഒരിക്കലും ഹീറ്റ് കൊടുക്കാതിരിക്കുക. ടൂൾസ് ഒന്നും, സ്റ്റൈലിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് മുടി എയർ ഡ്രൈ ചെയ്യുക. കുറച്ച് നേരം ഒന്ന് അഴിച്ചിടുക. ചിലവർക്ക് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ആ സമയം കണക്കാക്കിയിട്ട് കുളിക്കുക. എവിടെയെങ്കിലും പോകേണ്ടവരൊക്കെയാണെങ്കിൽ ആ സമയം കണക്കാക്കി കുളിച്ചിട്ട് നാച്ചുറൽ ആയിട്ട് എയർ ഡ്രൈ തന്നെ ചെയ്യാൻ മുടി. അതാണ് മുടിക്ക് ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം. വേറൊരു മെയിൻ തെറ്റ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നനഞ്ഞ മുടിയിട്ട് ചീപ്പ. നനഞ്ഞ മുടി ഇങ്ങോട്ട് എടുത്ത് ഭയങ്കരമായിട്ട് ഒരതി ഇങ്ങനെ ചീപ്പിക്കൊണ്ടിരിക്കുക. അത് താഴത്തൊന്നും കൂടി അല്ല, മേളിൽ നിന്നേ ഇങ്ങനെ ചീപ്പിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര മോശമായിട്ടൊരു കാര്യമാണ് മുടിക്ക്. നമ്മൾ ആദ്യം ചെയ്യുന്ന മുടിയൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം കൊടുക്കും. ഒരു 60 മാക്സിമം ഒരു 50% മുടി ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, കൈയില്ലേ, നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് പതുക്കെ മുടിയുടെ ഉടക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് മാത്രം നന്നായിട്ട് ഉടക്കെടുക്കുക. ഇതേപോലെ 2 സൈഡിലും ഇതേപോലെ ഒന്ന് വകം എടുത്ത് 2 സൈഡിലും ഇട്ടതിന് ശേഷം കൈ വെച്ച് നമ്മൾ ഉടക്കെടുക്കുക. ഉടക്കെടുത്തിട്ട് നമുക്ക് ടാങ്കിൾസ് കുറച്ച് പോയിന്ന് തോന്നിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ചീപ്പ് എടുക്കുക. അതും ഞാൻ പറയുന്ന പോലെ വൈറ്റ് ടൂത്ത് കോം, വല്ല അകലമുള്ള ചീപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, മുടിയുടെ താഴേന്ന് എന്തെന്ന് മേളിലേക്ക്, താഴേന്ന് മേളിലേക്ക് ചെട എടുത്തെടുത്ത് മേളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മുടിയുടെ കൊഴിച്ച്, ഒത്തിരി മുടി ഇങ്ങനെ നമ്മൾ ഉണക്കെടുക്കുമ്പോൾ കുറേ മുടി പോകുന്നതും തടയാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്യുക, അല്ലാണ്ട് വെറുതെ നനഞ്ഞ മുടി മേളിയും താഴത്തേക്ക് ഉടക്കെടുക്കാൻ നിൽക്കരുത്.
ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് മുടി. നമ്മൾ താഴേന്ന് മുകളിലേക്ക് വൈറ്റ് ടൂത്ത് കോമ്പ് വെച്ചിട്ട് ചീപ്പ് ഉടക്കി എടുത്തതിന് ശേഷം നമ്മുടെ മുടി, നിങ്ങൾക്ക് ഇപ്പം മുടി ഒന്ന് ചെറുതായിട്ട് കുളിപ്പില്ല പോലെ കെട്ടി വെക്കണം, അങ്ങനെ കെട്ടി വെക്കാം. ഞാൻ കെട്ടി വെക്കുന്ന ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല മൊത്തത്തിൽ ഉണങ്ങുന്നവരെ. കാരണം എൻ്റെ ലെങ്ത് ഉണങ്ങി കഴിഞ്ഞാൽ സ്കാൽപ്പിൻ്റെ അകത്തേക്ക് ഉണങ്ങാൻ കുറച്ചധികം നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കെട്ടി വെക്കാറില്ല. ഞാൻ ഇതേപോലെ മുടി പാർട്ടീഷൻ ചെയ്ത് ചെട എടുത്തതിന് ശേഷം അഴിച്ചിട്ടേക്കേ ഉള്ളൂ. കുറച്ച് നേരത്തേക്ക് ഉണങ്ങി കഴിഞ്ഞ ശേഷം മാത്രമാണ് കെട്ടി വെക്കാറ്. സോ നിങ്ങൾക്ക് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മുടി കെട്ടി വെക്കാം. സോ നിങ്ങൾ തല നനച്ചതിന് ശേഷം എങ്ങനെയാണ് മുടി ഉണക്കാറുള്ളതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കൂടുതൽ സമയം എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലാതെ കൂടുതൽ സമയവും എസ്പെഷ്യലി സമ്മർ സീസണിൽ ഹെയർ ഡ്രയറും അല്ലെങ്കിൽ ഹീറ്റിംഗ് സ്റ്റൈലിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാണ്ടാണ് മുടി ഉണക്കാറ്. നിങ്ങളും അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവലിൻ്റെ മെറ്റീരിയൽ, അതേപോലെ തന്നെ കോംബ് ചെയ്യുന്ന രീതി, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സിറം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കൈ കൊണ്ട് നിങ്ങൾ മുടിയുടെ ഉടക്കം എടുക്കുമല്ലോ, ടാങ്കിൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് സെറം യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കും. എനിക്ക് പേഴ്സണലി സെറം അത്ര വർക്ക്ഔട്ട് ചെയ്യാറില്ല, കടയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് കേട്ടോ, ഒത്തിരി എണ്ണ വരെ തൂക്കൊന്നല്ല, കുടിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഫിംഗർ ടിപ്സ് ഒരു 2-3 ഡ്രോപ്പ് എണ്ണ ഇതാക്കിയിട്ട് ടാങ്കിൾസ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പറ്റും. ഞാൻ മിക്കവാറും അതൊന്നും ചെയ്യാതെ തന്നെയാണ് എടുക്കാറ്. ഇൻ കേസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ സിറം യൂസ് ചെയ്യുന്നവർക്ക് സിറം യൂസ് ചെയ്ത് മുടിയുടെ ഉടക്കെടുക്കാവുന്നതാണ്. പിന്നെ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ മുടി കുളിച്ച് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ ഡീടാങ്കിൾ ചെയ്യുമ്പോൾ കുറേ മുടി ഊരി പോരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് തികച്ചും സാധാരണമായിട്ടൊരു കാര്യമാണ്. എനിക്കും അത് ഉണ്ടാവാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം മുടി ഷാമ്പൂ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ മുടി കഴുകുമ്പോഴും തോർത്തുമ്പോഴും ഒക്കെ നമ്മൾ കുനിച്ചു മറിച്ചൊക്കെ ഇടുമ്പോൾ ടാങ്കിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്കാൽപ്പൊക്കെ തേച്ച് കഴുകുന്ന സമയത്ത് റൂട്ടിൽ നിന്ന് കുറച്ച് മുടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ മുടി നമ്മുടെ ഈ ഹെയർ ലെങ്ത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നതാണ് നമ്മൾ വീണ്ടും ഡീടാങ്കിൾ ചെയ്യുമ്പോൾ ഊരി കയ്യിൽ വരുന്നത്. അപ്പം കുറച്ച് മുടിയൊക്കെ നമ്മൾ തലമുടി കഴുകുന്ന ദിവസത്തിൽ നമ്മൾ നോർമൽ ഹെയർ വാഷ് ചെയ്യാത്ത ഊരുന്നതിനെക്കാട്ടി കൂടുതൽ ഊരാനുള്ള ചാൻസ് ഉണ്ട്. അത് സാധാരണമാണ് കേട്ടോ, അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഒരു പരിധി വിട്ട് നിങ്ങളുടെ മുടി ഊരുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഊരുന്നതിൽ ഒരു കുറച്ച് മുടി കൂടി കൂടുതൽ ഊരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതെനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു തരാൻ തോന്നി. അപ്പൊ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. സോ ഈ കാരണങ്ങൾ, ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഹെയർ ഫോൾ ആണെങ്കിൽ അത് കുറഞ്ഞിട്ട്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.